ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ക്രാഫ്റ്റ് ഒരു പോർക്ക് പാനാണ് ഉണ്ടാക്കുന്നത്, മുള്ളം പന്നി. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇനി നമുക്കെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ബോട്ടിൽ ഞാനിങ്ങനെ 2 പീസായിട്ട് മുറിച്ച് വെച്ചേക്കുവാണ്. അതിൻ്റെ ഈ മുകളിലത്തെ മൂടി വരുന്ന ഭാഗമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ മൂടിയുടെ അറ്റം വരെ മുറിക്കാതെ ഒരു കുറച്ച് ബാക്കി ഇട്ട് വേണം മുറിക്കാനായിട്ട്. ഫ്രണ്ട് മൂടിയുടെ ഭാഗത്ത് അവിടെ കുറച്ച് ഇങ്ങോട്ട് നീക്കി വേണം മുറിക്കാനായിട്ട്. അറ്റം വരെ മുറിക്കരുത്. അങ്ങനെ ഒരു സൈഡ് മാത്രം മുറിച്ചെടുത്തിട്ട് ഇതുപോലെ പൊക്കി വെക്കാൻ പറ്റും. നമുക്ക് ഇതുപോലെ മുകളിലോട്ടാക്കി വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് മൂടി വരുന്നതിൻ്റെ താഴെയുള്ള റൗണ്ട് ഷേപ്പിൽ ഇതും കൂടി കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റുവാണ്. അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് എഗ്ഷെല്ല് ഞാൻ ശരിക്കും ആ മൂടി വെക്കുന്ന ഭാഗത്തേക്ക് ശരിക്കും കടക്കുന്ന രീതിയിലാണ് എഗ്ഷെല്ല് പൊട്ടിച്ചെടുക്കുന്നത്. കൂടുതലായിട്ട് പൊട്ടിക്കരുത്, കാരണം മുടിയിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ, ആ പാകത്തിന് വേണം നമ്മൾ എഗ്ഷെല്ല് പൊട്ടിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മളിത് ഒട്ടിക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം, കാരണം എഗ്ഷെല്ലായതുകൊണ്ട് നമ്മൾ അമർത്തിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ സൂക്ഷിച്ച് വേണം വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമാണ് മുറിച്ചത്. ഇനി ഏകദേശം അതിൻ്റെ താഴെ ഭാഗത്തുള്ള ഒരു ബാക്കി ബോട്ടിൻ്റെ താഴെ ഭാഗത്തുള്ള പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അറ്റം വരെ ഇതും നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല, കാരണം പെട്ടെന്ന് കീറി വിട്ടു പോരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യരുത്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഇടണം, കാരണം നമുക്ക് മുള്ളംപന്നിക്ക് ഈ മുള്ള് വേണമല്ലോ, മുള്ളിരിക്കുന്ന കണ്ടിട്ടില്ല നിങ്ങൾ, അപ്പോൾ അത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചത്. ഇനി നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിലെല്ലാം ഒരു ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു സൈഡിൽ അടിച്ചാൽ മതിയാവും, അപ്പുറത്തെ സൈഡിൽ പെയിൻറ്റ് ചെയ്യണം എന്നില്ല, ഒരു സൈഡിൽ പെയിൻറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ, അതിലൂടെ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രൗൺ കളറാണ്. അപ്പോൾ അതിൻ്റെ ബോഡിയുടെ ഭാഗത്താണ് നമ്മൾ ബ്രൗൺ കളറ് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു എഗ്ഷെല്ല് പിടിക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടരുത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയ പേപ്പറിൻ്റെ കഷ്ണമാണ്. നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാരണ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതുപോലെ പശ തേച്ചിട്ട് ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുത്ത് നമുക്ക് മൂക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മൂക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ മൂക്കിൻ്റെ വശത്ത് ഞാൻ ഒട്ടിക്കുവാണ്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഏകദേശം ആ നടുക്ക് ഭാഗം വെച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിച്ചു. അപ്പോൾ നമ്മുടെ മൂക്ക് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെല്ലാം മുള്ള് വെക്കണ്ടേ അതിൻ്റെ. അപ്പോൾ മുള്ള് വെക്കുന്നതിന് ഞാനിങ്ങനെ നമ്മൾ അറ്റം വരെ വെട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും താഴത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഓരോ ലെയറായിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ മുള്ളെല്ലാം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ മൂക്കിന് കളർ കൊടുക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് കണ്ണ് വെക്കാം. കണ്ണ് ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ പേപ്പർ മുറിച്ചിട്ട് ഇതുപോലെ വരച്ച് ഒട്ടിച്ചാലും മതി കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഇതിന് മുള്ളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ ബ്രഷ് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇനി അതിന് നമ്മൾ ഈ മൂടി തന്നെ, നമ്മുടെ കുപ്പിയുടെ മൂടി തന്നെയാണ്, അതിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ മുകളിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ചത്. എഗ്ഷെല്ലായതുകൊണ്ട് മറിയുമേ, അതുകൊണ്ടാണ് ഒട്ടിച്ചത്. അപ്പോൾ നമ്മുടെ പോർക്യുപൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.